ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മോളിവുഡിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സൂപ്പർ ഹീറോസിനെയും നമ്മൾ റാങ്ക് ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഈ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മോളിവുഡിലെ ഏറ്റവും ബെസ്റ്റ് സൂപ്പർ ഹീറോ ഏതൊക്കെയാണ് തപ്പി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇന്ത്യയിലെ സിനിമാറ്റിക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ സൂപ്പർ ഹീറോസ് ഉള്ളത് മലയാള സിനിമാറ്റിക് ഇൻഡസ്ട്രിയിലാണ്. നമ്മൾ പണ്ട് മുതൽ കിണ്ണ സൂപ്പർ ഹീറോസിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് അത് മാത്രമല്ല, ഇനിയും ഒരുപാട് സൂപ്പർ ഹീറോസ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരാനുണ്ട്. സോ അതൊക്കെയായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള 7 മലയാളത്തിലെ സൂപ്പർ ഹീറോസിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റാങ്ക് ചെയ്യാൻ പോകുന്നത് ഗൈസ്. സോ ഗൈസ്, വീഡിയോയിലോട്ട് പോകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ പാവപ്പെട്ടവന്റെ ദാരിദ്ര്യം നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് ഗൈസ്. സോ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഫസ്റ്റത്തെ കണ്ടസ്റ്റന്റ് ആണ് കേരളത്തിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സൂപ്പർ ഹീറോ സിനിമ ഏതാണ് ചോദിച്ചു പറഞ്ഞ് ഞാൻ ഈ സിനിമ പറയും ഗൈസ്. ഈ സിനിമയുടെ പേരാണ് ലിറ്റിൽ സൂപ്പർമാൻ. മലയാളത്തിലെ സൂപ്പർമാൻ. ഈ സിനിമയെ കുറിച്ച് കേൾക്കാൻ നിങ്ങൾ ഭയങ്കര ചാൻസ് കുറവാണ്. കാരണം ഈ സിനിമ ഉണ്ടാക്കിയത് ആരും അറിയില്ല, ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ആയത് അറിയില്ല, ഈ സിനിമ OTT റിലീസ് ആയെന്ന് അറിയില്ല. ഈ സിനിമയെ പറ്റി ഞാൻ ആദ്യം അറിയുന്നത് ഒരു ന്യൂസ് പേപ്പറിന്റെ ഫസ്റ്റ് പേജിലാണ് ഗൈസ്. ആ ഫസ്റ്റ് പേജിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഫസ്റ്റ് പേജിൽ വലിയൊരു സംഭവത്തിൽ ഈ ഒരു സിനിമയുടെ പോസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഗൈസ്. അപ്പോൾ തന്നെ എൻ്റെ മറ്റേ ചെറിയ സ്വിച്ച് ഫോണിൽ ഇന്റർനെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ട്രെയിലറൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രെയിലർ നിങ്ങൾക്ക് ഇപ്പോഴും യൂട്യൂബിനകത്ത് കിട്ടും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, കേരളത്തിൽ 11 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണ് ഗൈസ്. എന്നിട്ട് ഇതിന്റെ VFX ക്വാളിറ്റി ഹിന്ദി സീരിയൽ മാറി നിൽക്കും ഗൈസ്. ഈ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ സിനിമയ്ക്ക് ഈ ഒരു ചെക്കന് സൂപ്പർ പവർ കിട്ടും. ആ സൂപ്പർ പവർ എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ, രാത്രി റോട്ടിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഡ്രെയിനേജിൽ വീണ് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഡൈനോസറിന്റെ അടുത്ത്. എന്നിട്ട് ആ ഡൈനോസർ തിങ്ങും. എന്നിട്ട് പിറ്റേ ദിവസം അവൻ രാവിലെ എണീക്കുന്നത് ഒരു ആലിൻ്റെ ചോട്ടിലാണ്. പിന്നെ അവൻ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ ഓരോ കാറൊക്കെ ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങും ഗൈസ്. അപ്പോഴാണ് അവനെ മനസ്സിലാവുന്നത് സൂപ്പർ ഹീറോ ആയെന്ന്. കുഴിയിൽ വീണ് നേരെ ഡൈനോസറിന്റെ അടുത്തേക്ക്. പിന്നെ രാവിലെ എണീക്കുമ്പോൾ സൂപ്പർ ഹീറോ. ഇതിൽ എന്ത് ലോജിക്കാണുള്ളതെന്ന് എനിക്കറിയില്ല. എട്ടുകാലി കടിച്ചു എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ ആവും. അതിൽ കുറച്ചെങ്കിലും സെൻസ് ഉണ്ട്. പക്ഷെ ഡൈനോസർ കടിക്കുമ്പോൾ എങ്ങനെയാണ് പറക്കാനുള്ള ശക്തി കിട്ടുക? പിന്നെ കേരളത്തിൽ അന്നത്തെ കാലത്ത് തന്നെ ഇതൊരു 3D സിനിമയായിട്ട് ഇറക്കിയത് കൊണ്ടാവാം ആരും ഇത് കാണാണ്ട് പോയത്. പൊതുവെ 3D സിനിമയിൽ കാണാറുള്ള ഈ കല്ലും കട്ടൊക്കെ എടുത്ത് ചുമ്മാ ക്യാമറയുടെ ഫ്രണ്ടിൽ എറിയുന്ന ആ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, ഈ ഒരു സിനിമയിൽ അതുണ്ടെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. കാരണം അത് മാത്രമാണ് ഈ സിനിമ ആമസോൺ പ്രൈം വീഡിയോയിലും എയർടെൽ TV എന്ന് പറഞ്ഞൊരു OTT പ്ലാറ്റ്ഫോമിലും ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഒരു ഡയറക്ടർ ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ദയവ് ഈ സിനിമ കാണുക. കാരണം എങ്ങനെ ഒരു സിനിമ എടുക്കാതിരിക്കുക എന്നുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഈ സിനിമ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമ്മുടെ രണ്ടാമത്തെ ഒരു സൂപ്പർ ഹീറോ സിനിമ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് ഗൈസ്. കാരണം ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ട് എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയ ഒരു സിനിമ കൂടിയാണ് ഗൈസ്. ഈ സിനിമയുടെ പേരാണ് അതിശയൻ. നിങ്ങൾ ഇത് കുറെ പക്ഷേ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ മലയാള സിനിമ അന്നത്തെ കാലത്ത് തന്നെ ഇത്രയും വലിയൊരു എക്സ്പെരിമെന്റ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ കടലിൽ പോകുന്നതും ആ ബിൽഡിംഗ് പൊട്ടിക്കുന്നതും അതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഗൈസ്. ഈ ഒരു സിനിമ ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് 2 ഡെക്കേഡായി ഗൈസ്. അതായത് ഏകദേശം 18 കൊല്ലം മുമ്പാണ് ഈ സിനിമ ഇറങ്ങിയത്. ഇന്ന് മലയാള സിനിമയിലടക്കം ഇതുപോലെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ ആളുകളുടെ മുട്ട വറക്കുക. അപ്പോഴാണ് 18 കൊല്ലം മുമ്പ് ഇതുപോലൊരു എക്സ്പെരിമെന്റ്. ഒബ്വിയസ്ലി ഇതൊരു ഫെയിലിയർ ആണ്, ബട്ട് സ്റ്റിൽ ഇതുപോലൊരു എക്സ്പെരിമെന്റ് അവർ ട്രൈ ചെയ്തല്ലോ. ആൻഡ് ചൈൽഡ്ഹുഡിൽ തന്നെ എൻ്റെ വൺ ഓഫ് ദ കൂടുതൽ റിപ്പീറ്റ് അടിച്ചിട്ട് ഞാൻ എപ്പോൾ TV ഓണാക്കിയാലും കുത്തിയിരുന്ന് കാണുന്ന കുറച്ച് സിനിമകളിൽ ഒരു സിനിമ ഇതാണ് ഗൈസ്. ഇപ്പൊ ആ സിനിമ കാണുമ്പോൾ കുറച്ച് ക്രിഞ്ച് ആണെങ്കിലും ചെറുപ്പത്തിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മുടെ ലിറ്റിൽ സൂപ്പർമാൻ എന്ന് പറഞ്ഞ ഈ സിനിമ എടുത്ത അതേ ആള് തന്നെയാണ് ആ ഒരു സിനിമ എടുത്തിരിക്കുന്നത്. അതായത് 2 സിനിമയും ഡയറക്ട് ചെയ്തത് വിനയൻ തന്നെയാണ്. ആൻഡ് പുള്ളിയുടെ ഫിലിമോഗ്രഫി എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും ഒരു 90% എക്സ്പെരിമെന്റ് മൂവീസ് ആണ്. ഡ്രാക്കുള, 19ാം നൂറ്റാണ്ട്, യക്ഷി, ഞാനും ഇതൊക്കെ ഇയാളുടെ സിനിമയാണ് ഗൈസ്. ആൻഡ് ദ ലെജൻഡറി ആകാശഗംഗ പാർട്ട് 2, അതായത് IMDbയിൽ ഏറ്റവും കുറവ് റേറ്റിംഗ് കിട്ടിയിട്ടുള്ള മലയാള സിനിമ സാഡ്ലി പുള്ളിയുടെയാണ്. പിന്നെ നമ്മുടെ അടുത്ത സൂപ്പർ ഹീറോ സിനിമ, ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഈ സിനിമ കാരണം നമ്മുടെ മലയാള ഇൻഡസ്ട്രി ഇന്ത്യ ഫുള്ളും ചർച്ചയായത്. ഇന്ത്യയിലെ ഫസ്റ്റത്തെ 3D സിനിമ അത് ഈ സിനിമയാണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ്സ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത് ജിജോ പൊന്നൂസ് ആണ്. എന്റെ ചൈൽഡ്ഹുഡ് ഹാപ്പി ആക്കിയുള്ള കുറച്ച് സിനിമകൾ പറഞ്ഞില്ല, ആ സിനിമകളിൽ ഈ സിനിമ ഉൾപ്പെടും ഗൈസ്. ഒരു വണ്ടർഫുൾ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ കണ്ടിട്ട് എനിക്ക് ചെറുപ്പത്തിൽ പേടിപ്പനി വന്നിട്ടുണ്ട് ഗൈസ്. അതിലെ വില്ലന്റെ ആ ഒരു സംഭവം കണ്ടിട്ട് ഗൈസ് സത്യമായിട്ടും പേടിപ്പനി വന്നു. ഞാനാണ് സത്യം. ഈ സിനിമ ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് 5 ഡെക്കേഡായി ഗൈസ്. കറക്റ്റ് 50 കൊല്ലം മുമ്പാണ് ഈ സിനിമ ഇറങ്ങിയത്. ആക്ച്വലി 51 കൊല്ലം മുമ്പ്. ബട്ട് സ്റ്റിൽ ഇന്നത്തെ കാലത്ത് ആളുകൾ ഈ സിനിമയെ പറ്റി പറയുന്നുണ്ട് ഇതുപോലെ. ദാറ്റ്സ് വൈ ദിസ് മൂവി ഈസ് എ ഗോഡ്. ആൻഡ് അന്നത്തെ കാലത്ത് ഇതുപോലെ ഒരു എക്സ്പെരിമെന്റ് മൂവി തിയേറ്ററിൽ ഇറക്കി, അതും 3Dയിൽ ഇറക്കി, ആൻഡ് അത് ഹിറ്റാവും ചെയ്തു ഗൈസ്. ഇറ്റ്സ് എ മാസീവ് ഹിറ്റ്. ആൻഡ് നമ്മുടെ ലാലേട്ടന്റെ ഏറ്റവും കൾട്ട് ക്ലാസിക് ലെജൻഡറി സിനിമയായ ബറോസിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തത് പുള്ളിയാണ് ഗൈസ്. ഗൈസ്, ലാലേട്ടൻ ചെയ്ത ആ ഒരു ദ്രോഹത്തിന് ഇയാളും കൂട്ടുന്നുണ്ട്. സോ ഗൈസ്, നമ്മുടെ ലിസ്റ്റിലെ 3ാമത്തെ സൂപ്പർ ഹീറോ സിനിമയാണ് മിന്നൽ മുരളി. ഈ സിനിമയെ പറ്റി എന്ത് പറയാനാണ് ഗൈസ്. ഈ സിനിമ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എനിക്കൊരു ആവറേജ് സിനിമയായിട്ട് തന്നെ തോന്നിയത്. ബട്ട് ഇതിന്റെ ക്ലൈമാക്സ് കിട്ടുന്നതാണ് ഗൈസ്. ഇതിന്റെ ക്ലൈമാക്സ് ഫൈറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം
ഭയങ്കര ആവറേജ്. സർപ്രൈസിംഗ്ലി ഈ സിനിമ നോർത്തുകാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് അവിടെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഈ സിനിമയെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഇത് നോർത്തിൽ ഭയങ്കര ഫേമസ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഇറക്കിയപ്പോൾ ടോപ്പ് 1-ലെത്തി. കോവിഡ് കഴിഞ്ഞ ആ ഒരു തിയേറ്ററിൽ മെല്ലെ സിനിമയൊക്കെ വരുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു സിനിമ ഇറക്കിയത്. ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറെ പേര് പറയുന്നത് ഇത് തിയേറ്ററിൽ ഇറക്കേണ്ട സിനിമയായിരുന്നു എന്നാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് അത്ര വലിയ സംഭവം തോന്നുന്നില്ല. പക്ഷെ കുറെ പേർക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഓൾറെഡി ഒരുപാട് സൂപ്പർ ഹീറോ സിനിമകൾ കണ്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് ആവറേജ് ആയി തോന്നിയത്. പക്ഷേ എന്റെ ഫ്രണ്ട്സിലേക്ക് കുറെ പേർക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ടൊവിനോ തോമസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിയാണ് ഈ ഒരു ക്യാരക്ടറിന് ലൈക്ക് മലയാളത്തെ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരാൾ. കാരണം വേറെ ആര് ചെയ്താലും ആ ഒരു സൂപ്പർ ഹീറോ ആ ഒരു സംഭവം കിട്ടത്തില്ല. ടൊവിനോ തോമസ് ആ റോളിന് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ലൈക്ക് പുള്ളിയുടെ ആ ഒരു ഫിസിക്കും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് മേക്ക് ബിലീഫ് ആവുന്നുണ്ട്. അത് സൂപ്പർ ഹീറോ ആണ്. പിന്നെ പുള്ളിക്ക് എയറും പിന്നെ ലോക്കിലി ചാത്തൻ ഇതെല്ലാം കിട്ടാനുള്ള മെയിൻ കാരണം ഈ ഒരു സിനിമയാണ്. സോ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത സിനിമയാണ് ഗൈസ് പറക്കും പപ്പൻ. ഈ സിനിമ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല, ബട്ട് ഇറങ്ങും ഗൈസ്. ദിലീപേട്ടൻ ഏതൊരു ഇന്റർവ്യൂവിൽ ഈ സിനിമയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയത്, ഇങ്ങനെ ഒരു സിനിമ ഉണ്ടല്ലോ എന്ന്. ഞാൻ മലയാളത്തിൽ മുന്നൽ മുരളിനേക്കായി മുമ്പേ ഈ സിനിമയെ പറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ആൻഡ് എനിക്ക് പേഴ്സണലി ദിലീപേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ കട്ട ഫാനാണ്. ഞാൻ പുള്ളിയുടെ കംബാക്കിന് വേണ്ടി കുറെ കാലം വെയിറ്റ് ചെയ്യുന്നു. ബബബയിൽ ഒരു കംബാക്ക് എന്തായാലും ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഈ സിനിമയും നന്നായി വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഗൈസ്. നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റത്തെ എൻ്റെ അവസാനത്തെ സിനിമയാണ് ലോക്ക. ഓൾറെഡി നിങ്ങൾ കുറെ വീഡിയോസ് കണ്ടു കഴിഞ്ഞ ലോക്കിനെ പറ്റിയിട്ട്. എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. കാരണം ഞാൻ ഈ ട്രെയിലർ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അതൊരു സൂപ്പർ ഹീറോ ആ ഒരു ടെംപ്ലേറ്റ് ആയിരിക്കും വിചാരിച്ചു. പക്ഷേ നമ്മുടെ കൾച്ചർ വെച്ചിട്ട് അവരൊരു പിടി പിടിച്ചു. ദാറ്റ് വാസ് സംതിങ് ലൈക്ക് ഫ്രഷ്. അതിന്റെ ക്ലൈമാക്സ് കുറച്ച് ടിപ്പിക്കൽ ക്ലൈമാക്സ് പോലെ ഉണ്ടെങ്കിലും ആ സിനിമ ഒരു ജമ്മാണ് ഗൈസ്. കാരണം ഒരു ഫീമെയിൽ സെൻട്രിക് ക്യാരക്ടർ ഇത്രയ്ക്കും ലൈക്ക് അടിപൊളിയായി പ്രസന്റ് ചെയ്ത് ലൈക്ക് അത് ഇത്രയ്ക്കും കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ഒരു സിനിമ ആക്കി. ഈ സിനിമ എനിക്ക് എപ്പോഴും ഒരു വണ്ടറാണ് ഗൈസ്. കാരണം ഒരു ഫ്രഷ് ഡയറക്ടർ, അതായത് അധികം എക്സ്പീരിയൻസ് ഇല്ല, അധികം സിനിമകൾ ഡയറക്റ്റ് ചെയ്യാത്ത ഒരു ഡയറക്ടർ, അധികം ഹിറ്റ് ഒന്നും കൊടുക്കാത്ത ഒരു ഡയറക്ടർ പെട്ടെന്ന് ഒരു എക്സ്പെരിമെന്റ് മൂവി പോലത്തെ ഒരു മൂവി ചെയ്യുന്നത്. ആൻഡ് ആ സിനിമ ലൈക്ക് ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിരിക്കുന്നത്. ആൻഡ് അത് 30 കോടി, അതായത് മലയാള സിനിമയുടെ ഒരു ഹൈ ബഡ്ജറ്റാണത്. അത് വെച്ചിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് അത് ഹിറ്റാക്കി ലൈക്ക് വൺ ഓഫ് ദ ടോപ്പ് സിനിമയാക്കി മാറ്റി. റീസെന്റ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്തിട്ടുണ്ടാക്കിയ സിനിമ ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ഇത് പറയും. ആ സിനിമ ഫീമെയിൽ സെൻട്രിക് ആയതുകൊണ്ടല്ല ഞാൻ റിസ്ക് എടുത്തെന്ന് പറഞ്ഞേ. ആ ഒരു സിനിമ ടോട്ടലി ഒരു എക്സ്പെരിമെന്റ് ആണ്. ലൈക്ക് ഫുൾ ഏതൊരു കാര്യം എടുത്താലും അതിൽ എക്സ്പെരിമെന്റ് ആണ്. പിന്നെ വേറൊരു അണ്ടർ റേറ്റഡ് സൂപ്പർ ഹീറോ ഉണ്ട് ഗൈസ് നമ്മുടെ കേരളത്തിൽ. അതായത് സൂപ്പർമാൻ്റെ ബെസ്റ്റ് കാസ്റ്റ് ചെയ്താൽ ചോദിച്ചു തരുന്നു പറഞ്ഞാൽ കുറച്ച് പേര് പറയും ഹെൻറി കാവിലാണ്, കുറച്ച് പേര് പറയും ഡേവിഡ് ആണ്. പക്ഷെ എന്നോട് ചോദിച്ചു തരുന്നു പറഞ്ഞാൽ ഞാൻ കണ്ണു അടച്ച് പറയും ഗൈസ്, നമ്മുടെ ലാലേട്ടൻ്റെ സൂപ്പർമാൻ എന്നൊരു വ്യക്തിയെ കറക്റ്റായിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്ന വേറൊരു കാസ്റ്റ് ലൈക്ക് ഈ ലോകത്ത് വേറെ ഇല്ല ഗൈസ്. ബട്ട് സാഡ്ലി DC ഇതിനൊരു സ്പിൻ ഓഫ് ചെയ്തില്ല ഗൈസ്. ഞാൻ ഡയറക്ടർ ആയി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു സ്പിൻ ഓഫ് ചെയ്യും ഗൈസ്. ആയാൽ മതിയായിരുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാത്തവൻ്റെ ചുക്കാമണി അടിച്ചു കൊടുക്കും. സോ ലൈക്ക് ചെയ്യുക ഗൈസ്. സോ അടുത്ത 500 കോടി ക്ലബ്ബിൽ കയറാൻ പോകുന്ന കുറച്ച് മലയാള സിനിമകളുടെ ലിസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അടുത്തൊരു കിടിലൻ വീഡിയോ കാണാൻ.